ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനീഷ് ലേണിംഗ് BSc. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് LDC സിലബസിൽ ജീവശാസ്ത്രവുമായി ബന്ധപ്പെട്ട് വരുന്ന സാംക്രമിക രോഗങ്ങളും രോഗകാരികളും എന്നുള്ള ഭാഗമാണ്. രോഗങ്ങളും രോഗകാരികളും എന്നുള്ള ഭാഗത്തിൽ വരാൻ ചാൻസുള്ള PSCയിൽ റിപ്പീറ്റായി ചോദിക്കാൻ ചാൻസുള്ള ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. LDCക്കും LGSനും പ്രയോജനപ്പെടുന്ന വരുന്ന എല്ലാ എക്സാമുകളിലും പ്രയോജനപ്പെടുന്ന ചോദ്യങ്ങളാണ്. ആദ്യത്തെ പോയിന്റ്, ലോകാരോഗ്യ സംഘടന ആരോഗ്യത്തെ നിർവചിച്ചിരിക്കുന്നത് രോഗങ്ങൾ മാനസികവും ശാരീരികവും സാമൂഹികവുമായ സുസ്ഥിതി എന്നാണ്. ലോകാരോഗ്യ സംഘടന ആരോഗ്യത്തെ നിർവഹിച്ചിരിക്കുന്നത് രോഗങ്ങൾ മാനസികവും ശാരീരികവും സാമൂഹികവുമായ സുസ്ഥിതി എന്നാണ്. രോഗങ്ങൾക്ക് കാരണമാകുന്ന സൂക്ഷ്മജീവികളാണ് ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, പ്രോട്ടോസോവ. രോഗങ്ങൾക്ക് കാരണമാകുന്ന സൂക്ഷ്മജീവികൾ ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, പ്രോട്ടോസോവ എന്നിവയാണ്. അടുത്തത്, വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ അറിയപ്പെടുന്നത് എപ്പിഡെമിക് എന്നാണ്. വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ എപ്പിഡെമിക് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഉദാഹരണം മഞ്ഞപ്പനി, വസൂരി, അഞ്ചാം പനി എന്നിവ. അടുത്തത്, സമൂഹത്തിൽ വളരെ കാലങ്ങളായി നിലനിൽക്കുന്നതും പൂർണ്ണമായി തുടച്ചു മാറ്റാൻ കഴിയാത്തതുമായ രോഗങ്ങൾ അറിയപ്പെടുന്നത് എൻഡമിക് എന്നാണ്. സമൂഹത്തിൽ വളരെ കാലമായി നിലനിൽക്കുന്നതും പൂർണ്ണമായി തുടച്ചു മാറ്റാൻ കഴിയാത്തതുമായ രോഗങ്ങളെ അറിയപ്പെടുന്നത് എൻഡമിക് രോഗങ്ങൾ എന്നാണ്. എൻഡമിക് രോഗങ്ങൾക്ക് ഉദാഹരണം മലേറിയയാണ്. അടുത്തത്, ഒരു രാജ്യത്തിൽ നിന്നും മറ്റൊരു രാജ്യത്തിലേക്ക് അതിവേഗം പടർന്നു പിടിക്കുന്ന രോഗങ്ങളാണ് പാൻഡമിക് രോഗങ്ങൾ എന്നറിയപ്പെടുന്നത്. ഒരു രാജ്യത്തിൽ നിന്നും മറ്റൊരു രാജ്യത്തിലേക്ക് അതിവേഗം പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ പാൻഡമിക് രോഗങ്ങൾ എന്നറിയപ്പെടുന്നു. ഉദാഹരണം COVID-19 ആണ്. വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ അറിയപ്പെടുന്നത് എപ്പിഡെമിക് രോഗങ്ങളാണ്. മഞ്ഞപ്പനി, വസൂരി, അഞ്ചാം പനി എന്നിവയാണ് അതിന് ഉദാഹരണം. സമൂഹത്തിൽ വളരെ കാലങ്ങളായി നിലനിൽക്കുന്നതും പൂർണ്ണമായും തുടച്ചു മാറ്റാൻ കഴിയാത്തതുമായ രോഗങ്ങൾ അറിയപ്പെടുന്നത് എൻഡമിക് രോഗങ്ങൾ എന്നാണ്. അതിന് ഉദാഹരണം മലേറിയയാണ്. ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് അതിവേഗം പടർന്നു പിടിക്കുന്ന രോഗങ്ങളാണ് പാൻഡമിക് രോഗങ്ങൾ എന്നറിയപ്പെടുന്നത്. ഉദാഹരണം COVID-19. അടുത്തത്, കാരണമറിയാത്ത രോഗങ്ങളാണ് ക്രിപ്റ്റോജനിക് രോഗങ്ങളെന്ന് അറിയപ്പെടുന്നത്. കാരണമറിയാത്ത രോഗങ്ങൾ അറിയപ്പെടുന്നത് ക്രിപ്റ്റോജനിക് രോഗങ്ങൾ എന്നാണ്. അടുത്തത്, ആശുപത്രിയിൽ നിന്നും പകരുന്ന രോഗങ്ങളാണ് നാസോകോമിയൽ രോഗങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ആശുപത്രിയിൽ നിന്ന് പകരുന്ന രോഗങ്ങൾ നാസോകോമിയൽ രോഗങ്ങളെന്ന് അറിയപ്പെടുന്നു. അടുത്തത്, മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങളാണ് സൂണോസിസ് രോഗങ്ങൾ. മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങളാണ് സൂണോസിസ് രോഗങ്ങളെന്ന് അറിയപ്പെടുന്നത്. അതായത് എലിപ്പനി, പ്ലേഗ്, വെസ്റ്റ് നൈൽ പനി എന്നിവയെല്ലാം ഈ സൂണോസിസ് രോഗങ്ങൾക്ക് ഉദാഹരണമാണ്. മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങളാണ് സൂണോസിസ് രോഗങ്ങൾ. ആശുപത്രിയിൽ നിന്നും പകരുന്ന രോഗങ്ങൾ അറിയപ്പെടുന്നത് നാസോകോമിയൽ രോഗങ്ങൾ എന്നാണ്. കാരണമറിയാത്ത രോഗങ്ങൾ അറിയപ്പെടുന്നത് ക്രിപ്റ്റോജനിക് രോഗങ്ങളാണ്. അടുത്തത്, മൃഗങ്ങൾക്കിടയിലെ സാംക്രമിക രോഗങ്ങളാണ് എപ്പിസൂട്ടിക് രോഗങ്ങളെന്ന് അറിയപ്പെടുന്നത്. മൃഗങ്ങൾക്കിടയിലെ സാംക്രമിക രോഗങ്ങൾ അറിയപ്പെടുന്നത് എപ്പിസൂട്ടിക് രോഗങ്ങൾ എന്നാണ്. അടുത്തത്, തെറ്റായ ജീവിതശൈലിയിലൂടെ ഉണ്ടാകുന്ന രോഗങ്ങളാണ് ജീവിതശൈലി രോഗങ്ങൾ. തെറ്റായ ജീവിതശൈലിയിലൂടെ ഉണ്ടാകുന്ന രോഗങ്ങൾ അറിയപ്പെടുന്നത് ജീവിതശൈലി രോഗങ്ങളാണ്. ഉദാഹരണം ഡയബറ്റിക്സ്, ഹൈപ്പർ ടെൻഷൻ, പൊണ്ണത്തടി, പക്ഷാഘാതം, ഹൃദയരോഗങ്ങൾ, ക്യാൻസർ എന്നിവയെല്ലാം വരുന്നത് തെറ്റായ ജീവിതശൈലിയിലൂടെ ഉണ്ടാകുന്ന രോഗങ്ങളിലാണ്. അടുത്തത്, രോഗകാരികളായ സൂക്ഷ്മജീവികൾ ശരീരത്തിൽ പ്രവേശിക്കുന്നത് മൂലം ഉണ്ടാകുന്നതും ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നതുമായ രോഗങ്ങളാണ് സാംക്രമിക രോഗങ്ങളെന്ന് അറിയപ്പെടുന്നത്. രോഗകാരികളായ സൂക്ഷ്മജീവികൾ ശരീരത്തിൽ പ്രവേശിക്കുന്നത് മൂലം ഉണ്ടാകുന്നതും ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നതുമായ രോഗങ്ങളാണ് സാംക്രമിക രോഗങ്ങളെന്ന് അറിയപ്പെടുന്നത്. ഉദാഹരണം ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, ക്ഷയം എന്നിവയാണ് സാംക്രമിക രോഗങ്ങൾക്ക് ഉദാഹരണം വരുന്നത്. തെറ്റായ ജീവിതശൈലി മൂലമുണ്ടാകുന്ന രോഗങ്ങൾ ജീവിതശൈലി രോഗങ്ങൾ എന്ന് അറിയപ്പെടുന്നു. അതിന് ഉദാഹരണം എന്തൊക്കെയാണ്? ഡയബറ്റിക്സ്, ഹൈപ്പർ ടെൻഷൻ, പൊണ്ണത്തടി, പക്ഷാഘാതം, ഹൃദയരോഗങ്ങൾ, ക്യാൻസർ എന്നിവയാണ്. ഇനി രോഗാണു ശരീരത്തിൽ പ്രവേശിച്ച് രോഗലക്ഷണം കണ്ടു തുടങ്ങുന്നത് വരെയുള്ള കാലയളവിനാണ് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ സാൽമണല്ല ഭക്ഷ്യവിഷബാധയുടെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് അറിയപ്പെടുന്നത് 12 മുതൽ 24 മണിക്കൂർ വരെയാണ്. സാൽമണല്ല ഭക്ഷ്യവിഷബാധയുടെ ഇൻക്യുബേഷൻ പീരീഡാണ് 12 മുതൽ 24 മണിക്കൂർ വരെ. കോളറയുടെ ഇൻക്യുബേഷൻ പീരീഡ് എന്നറിയപ്പെടുന്നത് മണിക്കൂറുകൾ മുതൽ 5 ദിവസം വരെയാണ്. അടുത്തത്, രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന രോഗമാണ് ക്ഷയരോഗം. രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന രോഗം ക്ഷയരോഗമാണ്. ക്ഷയരോഗത്തിന് പേര് നൽകിയത് JL ഷോൺലിൻ ആണ്.
ക്ഷയരോഗത്തിന് പേര് നൽകിയ വ്യക്തിയാണ് JL ഷോൺലിൻ. അടുത്തത്, രോഗിയുടെ ചുമ, തുമ്മൽ എന്നിവ വഴിയാണ് ക്ഷയരോഗം പകരുന്നത്. ക്ഷയരോഗം പകരുന്നത് ചുമയും തുമ്മൽ എന്നിവ വഴിയാണ്. അടുത്തത്, ക്ഷയരോഗത്തിനെതിരെ ഉപയോഗിക്കുന്ന വാക്സിനാണ് BCG വാക്സിൻ. ക്ഷയരോഗത്തിനെതിരെ ഉപയോഗിക്കുന്ന വാക്സിൻ BCG വാക്സിനാണ്. BCG കുത്തിവയ്പ് നൽകുന്നത് കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞ് ജനിച്ച ഉടനെയാണ്. BCG കുത്തിവയ്പ് കുഞ്ഞിന് നൽകേണ്ടത് കുഞ്ഞ് ജനിച്ച ഉടനെ നൽകണം. അടുത്തത്, രോഗാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കാൻ കാരണമാകുന്ന രോഗമാണ് ക്ഷയരോഗം. ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കാൻ കാരണമാകുന്ന രോഗം ക്ഷയരോഗമാണ്. അടുത്തത്, ഏറ്റവും കൂടുതൽ ക്ഷയരോഗബാധിതരുള്ള രാജ്യമാണ് ഇന്ത്യ. ഏറ്റവും കൂടുതൽ ക്ഷയരോഗബാധിതരുള്ള രാജ്യം ഇന്ത്യ രാജ്യമാണ്. അടുത്തത്, ക്ഷയരോഗാണുവിനെ കണ്ടെത്തിയത് റോബർട്ട് കോച്ചാണ്. ക്ഷയരോഗാണുവിനെ കണ്ടെത്തിയത് റോബർട്ട് കോച്ച്. അടുത്തത്, ക്ഷയരോഗ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ആൻറ്റിബയോട്ടിക്കാണ് സ്ട്രെപ്റ്റോമൈസിൻ. ക്ഷയരോഗ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ആൻറ്റിബയോട്ടിക്കാണ് സ്ട്രെപ്റ്റോമൈസിൻ. അടുത്തത്, ക്ഷയരോഗത്തിന് നൽകുന്ന ചികിത്സാ രീതിയാണ് ഡോട്ട്സ് ചികിത്സാ രീതി. ഡോട്ട്സിൻ്റെ പൂർണ്ണരൂപം ഡയറക്ട്ലി ഒബ്സർവ്ഡ് ട്രീറ്റ്മെൻറ്റ് ഷോർട്ട് കോഴ്സ് എന്നാണ്. 5 മരുന്നുകളാണ് ഡോട്ട്സിലൂടെ ഒരേ സമയം നൽകുന്നത്. ഇത് മൾട്ടി ഡ്രഗ്സ് തെറാപ്പി എന്ന് അറിയപ്പെടുന്നു. 5 മരുന്നുകളാണ് ഡോട്ട്സ് ചികിത്സയിലൂടെ ഒരേ സമയം നൽകുന്നത്. ഇതിനെ അറിയപ്പെടുന്നത് മൾട്ടി ഡ്രഗ്സ് തെറാപ്പി എന്ന പേരിലാണ്. ക്ഷയരോഗത്തിന് നൽകുന്ന ചികിത്സാ രീതി ഏതാണെന്ന് ചോദിച്ചാൽ ഡോട്ട്സ് ചികിത്സാ രീതിയാണ്. ഡയറക്ട്ലി ഒബ്സർവ്ഡ് ട്രീറ്റ്മെൻറ്റ് ഷോർട്ട് കോഴ്സ് എന്ന ഡോട്ട്സിൻ്റെ പൂർണ്ണരൂപം. അടുത്തത്, ക്ഷയരോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ് ശരീരത്തിന് ഭാരക്കുറവ് അനുഭവപ്പെടുക, ക്ഷീണം, ചുമ എന്നിവ. ക്ഷയരോഗത്തിൻ്റെ ലക്ഷണങ്ങൾ ശരീരത്തിന് ഭാരക്കുറവ്, ക്ഷീണം, ചുമ എന്നിവയാണ്. അടുത്തത്, ക്ഷയരോഗം ബാധിക്കുന്ന ശരീരഭാഗങ്ങളാണ് ശ്വാസകോശം, വൃക്ക, തലച്ചോറ്, അസ്ഥികൾ, അസ്ഥിസന്ധികൾ. ക്ഷയരോഗം ബാധിക്കുന്ന ശരീരഭാഗങ്ങൾ ശ്വാസകോശം, വൃക്കകൾ, തലച്ചോറ്, അസ്ഥികൾ, അസ്ഥിസന്ധികൾ എന്നിവയാണ്. അടുത്തത്, സാർസ് ആണ്. സാർസ് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് ഹോങ്കോങ്ങിലാണ്. ചൈനയിലെ ഹോങ്കോങ്ങിലാണ് സാർസ് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത്. സാർസിൻ്റെ പൂർണ്ണനാമം എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ പൂർണ്ണ രൂപം എന്നറിയപ്പെടുന്നത് സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം എന്നാണ്. സാർസിൻ്റെ പൂർണ്ണരൂപം സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം എന്നാണ്. അടുത്തത്, സാർസ് ബാധിക്കുന്ന അവയവം എന്നറിയപ്പെടുന്നത് ശ്വാസകോശമാണ്. സാർസ് ബാധിക്കുന്ന അവയവമാണ് ശ്വാസകോശം. അടുത്തത്, സാർസിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് സാധാരണയായിട്ട് 2 മുതൽ 7 ദിവസം വരെയാണ്. പക്ഷേ 10 ദിവസം വരെ നീണ്ടു നിൽക്കുമെന്നാണ് പറയുന്നത്. സാർസിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് സാധാരണയായി 2 മുതൽ 7 ദിവസം വരെയാണ്. അടുത്തത്, ചുമ, തുമ്മൽ എന്നിവയിലൂടെ രോഗബാധിതരിൽ നിന്നും മറ്റൊരാളിലേക്ക് നേരിട്ട് പകരുന്ന രോഗമാണ് ഡിഫ്തീരിയ. ചുമ, തുമ്മൽ എന്നിവയിലൂടെ രോഗബാധിതരിൽ നിന്നും മറ്റൊരാളിലേക്ക് നേരിട്ട് പകരുന്ന രോഗമാണ് ഡിഫ്തീരിയ. അടുത്തത്, മൂക്ക്, തൊണ്ട എന്നിവിടങ്ങളിലെ ശ്ലേഷ്മസ്തരത്തെ ബാധിക്കുന്ന രോഗമാണ് ഡിഫ്തീരിയ. ഡിഫ്തീരിയ ബാധിക്കുന്നത് മൂക്ക്, തൊണ്ട എന്നിവയിലെ ശ്ലേഷ്മസ്തരത്തിനെയാണ്. അടുത്തത്, ഡിഫ്തീരിയയ്ക്ക് കാരണമായ ബാക്ടീരിയയാണ് കോറിനി ബാക്ടീരിയം ഡിഫ്തീരിയെ. ഡിഫ്തീരിയയ്ക്ക് കാരണമായ ബാക്ടീരിയ ഏതാണെന്ന് ചോദിച്ചാൽ കൊറീനി ബാക്ടീരിയം ഡിഫ്തീരിയയാണ്. അടുത്തത്, ഡിഫ്തീരിയയുടെ മുഖ്യ ലക്ഷണങ്ങൾ പനി, തൊണ്ടവേദന, കഴുത്തിലെ ലിംഫ് ഗ്രന്ഥികളിൽ വീക്കം എന്നിവയാണ്. ഡിഫ്തീരിയയുടെ മുഖ്യ ലക്ഷണങ്ങളാണ് പനി, തൊണ്ടവേദന, കഴുത്തിലെ ലിംഫ് ഗ്രന്ഥികളിലെ വീക്കം. അടുത്തത്, കോശങ്ങളെ നശിപ്പിക്കുകയും രോഗം ഉണ്ടാക്കുകയും ചെയ്യുന്നത് ബാക്ടീരിയ ഉൽപ്പാദിപ്പിക്കുന്ന ടോക്സിനുകളാണ്. ഡിഫ്തീരിയ രോഗബാധയേൽക്കാത്ത കോശങ്ങളെ സംരക്ഷിക്കാൻ ആൻറ്റിടോക്സിനുകൾ ഉപയോഗിക്കുന്നു. ഡിഫ്തീരിയയ്ക്ക് എതിരെയുള്ള ഏറ്റവും ഉചിതമായ പ്രതിരോധം വാക്സിൻ സ്വീകരിക്കുക എന്ന് തന്നെയാണ്. ഈ 3 പോയിന്റുകൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. അടുത്തത്, ജലദോഷം. ഏറ്റവും കൂടുതൽ ആളുകളെ ബാധിക്കുന്ന രോഗമാണ് ജലദോഷം. ഏറ്റവും കൂടുതൽ ആളുകളെ ബാധിക്കുന്ന രോഗം ഏതാണെന്ന് ചോദിച്ചാൽ ജലദോഷമാണ്. ജലദോഷത്തിൻ്റെ ശാസ്ത്രീയനാമമാണ് നാസോഫാരിഞ്ചൈറ്റിസ് അല്ലെങ്കിൽ നാസോഫാരിങ്കൈറ്റിസ് എന്നും അറിയപ്പെടുന്നു. ജലദോഷത്തിൻ്റെ ശാസ്ത്രീയനാമം നാസോഫാരിഞ്ചൈറ്റിസ്. അടുത്തത്, പകർച്ചപ്പനിക്ക് കാരണമായ വൈറസാണ് ഇൻഫ്ലുവൻസ വൈറസ്. പകർച്ചപ്പനിക്ക് കാരണമായ വൈറസ് ഏതാണെന്ന് ചോദിച്ചാൽ ഇൻഫ്ലുവൻസ വൈറസാണ്. അടുത്തതായി വരുന്നത് COVID-19 ആണ്. കൊറോണ വൈറസ് രോഗത്തിന് ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ച ഔദ്യോഗിക നാമമാണ് COVID-19 എന്ന് പറയുന്നത്. കൊറോണ വൈറസ് രോഗത്തിന് ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ച ഔദ്യോഗിക നാമം COVID-19, അതായത് കൊറോണ വൈറസ് ഡിസീസസ് 2019 എന്നാണ് COVID-19ൻ്റെ പൂർണ്ണരൂപം വരുന്നത്. അടുത്ത പോയിന്റ്, കൊറോണ എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം കിരീടം എന്നാണ്. കൊറോണ എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം വരുന്നത് കിരീടം എന്നാണ്.
കൊറോണ ബാധിക്കുന്ന അവയവം എന്നറിയപ്പെടുന്നത് ശ്വാസകോശമാണ്. കൊറോണ ബാധിക്കുന്ന അവയവം ശ്വാസകോശമാണ്. അടുത്തത്, ലോകത്തിലാദ്യമായി നോവൽ കൊറോണ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് വുഹാനിലാണ്. ചൈനയിലെ വുഹാനിലാണ് 2019 ഡിസംബർ 31 നോവൽ കൊറോണ രോഗം റിപ്പോർട്ട് ചെയ്തത്. ലോകത്താദ്യമായി നോവൽ കൊറോണ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ചൈനയിലെ വുഹാനിലാണ് 2019 ഡിസംബർ 31. അടുത്തത്, കൊറോണ ഒരു പാൻഡമിക് രോഗമാണ്. കൊറോണ ഒരു പാൻഡമിക് രോഗം, അതായത് പാൻഡമിക് രോഗം പറഞ്ഞാൽ എന്താണ്? ഒരു രാജ്യത്ത് നിന്ന് വ്യാപിച്ച് മറ്റൊരു രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുന്ന രോഗമാണ് പാൻഡമിക് രോഗം എന്ന് പറഞ്ഞു അല്ലേ. കൊറോണ ഒരു പാൻഡമിക് രോഗമാണ്. അടുത്തത്, COVID-19 കാരണമാകുന്ന വൈറസിൻ്റെ ശാസ്ത്രീയ നാമം SARS-CoV-2 എന്നാണ്. COVID-19 കാരണമാകുന്ന വൈറസിൻ്റെ ശാസ്ത്രീയ നാമമാണ് SARS-CoV-2 എന്ന്. അടുത്തത്, COVID-19 എന്ന് പറയുന്നത് സിംഗിൾ സ്റ്റാൻഡേർഡ് RNA വൈറസാണ്. COVID-19 സിംഗിൾ സ്റ്റാൻഡേർഡ് RNA വൈറസാണ്. ചൈനയ്ക്ക് പുറത്ത് ആദ്യമായി COVID-19 റിപ്പോർട്ട് ചെയ്ത രാജ്യമെന്നറിയപ്പെടുന്നത് തായ്ലാൻഡാണ്. COVID-19 ചൈനയ്ക്ക് പുറത്ത് ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യമാണ് തായ്ലാൻഡ്. അടുത്തത്, ഇന്ത്യയിൽ ആദ്യമായി നേവൽ കൊറോണ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിൽ ആദ്യമായി നോവൽ കൊറോണ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംസ്ഥാനം കേരളമാണ്. അടുത്തത്, കേരളത്തിൽ ആദ്യമായി നോവൽ കൊറോണ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല തൃശ്ശൂർ ജില്ലയാണ്. കേരളത്തിൽ ആദ്യമായി നോവൽ കൊറോണ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ലയാണ് തൃശ്ശൂർ ജില്ല. ഇന്ത്യയിൽ ആദ്യമായി നോവൽ കൊറോണ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംസ്ഥാനം കേരളമാണ്. കേരളത്തിൽ ആദ്യമായിട്ട് തൃശ്ശൂർ ജില്ലയിലാണ്. അടുത്തത്, കേരളത്തിൽ രണ്ടാമതായി കൊറോണ വൈറസ് സ്ഥിരീകരിച്ച ജില്ല എന്നറിയപ്പെടുന്നത് ആലപ്പുഴ ജില്ലയാണ്. മൂന്നാമത് കാസർഗോഡ് ജില്ല. കേരളത്തിൽ രണ്ടാമത് കൊറോണ വൈറസ് സ്ഥിരീകരിച്ച ജില്ല ആലപ്പുഴ ജില്ല, മൂന്നാമതായി കാസർഗോഡ് ജില്ല. അടുത്തത്, ഇന്ത്യയിൽ ആദ്യമായി കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കൽബുർഗിയിലാണ്. കർണാടകയിലെ കൽബുർഗിയിലാണ് ഇന്ത്യയിൽ ആദ്യമായി കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അടുത്തത്, കൊറോണ എന്ന പേരുള്ള നഗരം സ്ഥിതി ചെയ്യുന്നത് കാലിഫോർണിയയിലാണ്. US കാലിഫോർണിയയിലാണ് കൊറോണ എന്ന പേരുള്ള നഗരം സ്ഥിതി ചെയ്യുന്നത്. അടുത്തത്, കൊറോണ വൈറസ് ബാധയെ തുടർന്ന് ചൈനയ്ക്ക് പുറത്ത് ആദ്യമായി മരണം റിപ്പോർട്ട് ചെയ്ത രാജ്യം എന്നറിയപ്പെടുന്നത് ഫിലിപ്പൈൻസാണ്. കൊറോണ വൈറസ് ബാധയെ തുടർന്ന് ചൈനയ്ക്ക് പുറത്ത് ആദ്യമായി മരണം റിപ്പോർട്ട് ചെയ്ത രാജ്യമാണ് ഫിലിപ്പൈൻസ്. ഇന്ത്യയിൽ ആദ്യമായി കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കൽബുർഗിയിലാണ്. കർണാടകയിലെ കൽബുർഗിയിലാണ്. അടുത്തത്, ഏഷ്യയ്ക്ക് പുറത്ത് ആദ്യമായി COVID-19 മരണം റിപ്പോർട്ട് ചെയ്ത രാജ്യമാണ് ഫ്രാൻസ്. ഏഷ്യയ്ക്ക് പുറത്ത് ആദ്യമായി COVID-19 മരണം റിപ്പോർട്ട് ചെയ്ത രാജ്യം ഫ്രാൻസ് ആണ്. അടുത്തത്, ഗൾഫ് നാടുകളിലെ ആദ്യ കൊറോണ മരണം റിപ്പോർട്ട് ചെയ്തത് ബഹ്റൈനിലാണ്. ഗൾഫ് നാടുകളിൽ ആദ്യമായി കൊറോണ മരണം റിപ്പോർട്ട് ചെയ്തത് ബഹ്റൈനിൽ. അടുത്തത്, കേരളത്തിൽ ആദ്യമായി കൊറോണ വൈറസ് ബാധിച്ച മരണം നടന്ന ജില്ലയാണ് എറണാകുളം. കേരളത്തിൽ ആദ്യമായി കൊറോണ വൈറസ് മരണം റിപ്പോർട്ട് ചെയ്ത ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ എറണാകുളമാണ്. ഗൾഫ് നാടുകളിലാണെങ്കിൽ ബഹ്റൈനാണ്. ഏഷ്യയ്ക്ക് പുറത്ത് ആദ്യമായിട്ട് മരണം നടന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഫ്രാൻസിലാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യമായി കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കൽബുർഗിയിലാണ്. കർണാടകയിലെ കൽബുർഗിയിലാണ്. കൊറോണ വൈറസ് ബാധയെ തുടർന്ന് ചൈനയ്ക്ക് പുറത്ത് ആദ്യമായിട്ട് മരണം റിപ്പോർട്ട് ചെയ്തത് ഫിലിപ്പൈൻസിലാണ്. അടുത്തതായി വരുന്നത് കൊറോണ രോഗനിർണയ ടെസ്റ്റുകളാണ്. ആദ്യത്തെ വരുന്നത് PCR ആണ്. രണ്ടാമത്തെ NAT ആണ്. PCRൻ്റെ ഫുൾ ഫോം പോളിമേഴ്സ് ചെയിൻ റിയാക്ഷൻ എന്നാണ്. NATൻ്റെ ഫുൾ ഫോം വരുന്നത് ന്യൂക്ലിയിക് ആസിഡ് ആംപ്ലിഫിക്കേഷൻ ടെസ്റ്റ് എന്നാണ്. PCRും NATുമാണ് വരുന്നത് കൊറോണ രോഗനിർണയ ടെസ്റ്റുകൾ. അടുത്തത് വരുന്നത് എന്താണ്? RT-PCR ആണ്. RT-PCRൻ്റെ പൂർണ്ണരൂപം റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ പോളിമേഴ്സ് ചെയിൻ റിയാക്ഷൻ എന്നാണ്. RT-PCRൻ്റെ പൂർണ്ണരൂപം റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ പോളിമേഴ്സ് ചെയിൻ റിയാക്ഷൻ എന്നാണ്. കൊറോണ രോഗനിർണയത്തിലെ ടെസ്റ്റുകൾ വരുന്നത് PCR അതുപോലെ തന്നെ NATുമാണ്. RT-PCR അതിൽ റിവേഴ്സ് വരുന്ന റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ പോളിമേഴ്സ് ചെയിൻ റിയാക്ഷൻ എന്നാണ്. PCR ആണെങ്കിൽ പോളിമേഴ്സ് ചെയിൻ റിയാക്ഷൻ എന്നാണ്. അടുത്തത്, കൊറോണ വൈറസ് വ്യാപനം തടയുന്നതിനുള്ള കേരള ആരോഗ്യ വകുപ്പിൻ്റെ ക്യാമ്പയിനാണ് ബ്രേക്ക് ദി ചെയിൻ. കൊറോണ വൈറസ് വ്യാപനം തടയുന്നതിനുള്ള കേരള ആരോഗ്യ വകുപ്പിൻ്റെ ക്യാമ്പയിൻ ബ്രേക്ക് ദി ചെയിൻ ആണ്. അടുത്തത്, കൊറോണ വൈറസിനെ സാംക്രമിക രോഗമായി പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഹരിയാന. കൊറോണ വൈറസിനെ സാംക്രമിക രോഗമായി പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഹരിയാനയാണ്. അടുത്തത്, COVID-19 സ്ഥിരീകരിച്ച ആദ്യ മൃഗമാണ് നായിക എന്ന കടുവ. ബ്രോങ്കേഴ്സ് മൃഗശാലയിലെ ന്യൂയോർക്കിലെ ബ്രോങ്കേഴ്സ് മൃഗശാലയിലെ നായിക എന്ന കടുവയിലാണ് COVID-19 ആദ്യമായി സ്ഥിരീകരിച്ചത്.
COVID-19 സ്ഥിരീകരിച്ച ആദ്യ മൃഗമെന്നറിയപ്പെടുന്നത് നായിക എന്ന കടുവയാണ്. ന്യൂയോർക്കിലെ ബ്രോങ്കേഴ്സ് മൃഗശാലയിൽ. അടുത്തത്, മൃഗങ്ങൾക്കായുള്ള ആദ്യ കോവിഡ് പ്രതിരോധ വാക്സിൻ രജിസ്റ്റർ ചെയ്ത രാജ്യമാണ് റഷ്യ. കാർണിവാക് കോവ് എന്നാണ് വാക്സിൻ്റെ പേര്. മൃഗങ്ങൾക്കായുള്ള ആദ്യ കോവിഡ് പ്രതിരോധ വാക്സിൻ രജിസ്റ്റർ ചെയ്ത രാജ്യം റഷ്യയാണ്. കാർണിവാക് കോവ് എന്നാണ് വാക്സിൻ്റെ പേര്. അടുത്തത്, മൃഗങ്ങൾക്കായി ഇന്ത്യയിൽ ആദ്യമായി തദ്ദേശീയമായി വികസിപ്പിച്ച COVID-19 വാക്സിൻ അനോക്കോവാക്സ് ആണ്. മൃഗങ്ങൾക്കായി ഇന്ത്യയിൽ ആദ്യമായി തദ്ദേശീയമായി വികസിപ്പിച്ച COVID-19 വാക്സിനാണ് അനോക്കോവാക്സ്. അടുത്തത്, കൊറോണ ബാധയെ തുടർന്ന് ലോകാരോഗ്യ സംഘടന ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് 2020 ജനുവരി 30-നാണ്. കൊറോണ ബാധയെ തുടർന്ന് ലോകാരോഗ്യ സംഘടന ആഗോളതലത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് 2020 ജനുവരി 30-ന്. അടുത്ത പോയിന്റ്, ലോകാരോഗ്യ സംഘടന കൊറോണയെ മഹാമാരിയായി പ്രഖ്യാപിച്ചത് 2020 മാർച്ച് 11-നാണ്. ലോകാരോഗ്യ സംഘടന കൊറോണയെ മഹാമാരിയായി പ്രഖ്യാപിച്ചത് 2020 മാർച്ച് 11-നാണ്. അടുത്തത്, COVID-19 വൈറസ് കണ്ടുപിടിച്ച വ്യക്തിയാണ് ഡോക്ടർ ലീ വെൻലിയാങ്. COVID-19 വൈറസ് കണ്ടുപിടിച്ച വ്യക്തിയാണ് ഡോക്ടർ ലീ വെൻലിയാങ്. അടുത്തത്, പകർച്ചവ്യാധി നിയന്ത്രിക്കാൻ കേരള സർക്കാർ കൊണ്ടുവന്ന നിയമമാണ് എപ്പിഡെമിക് ഡിസീസസ് ഓർഡിനൻസ് 2020. പകർച്ചവ്യാധി നിയന്ത്രിക്കാൻ കേരള സർക്കാർ കൊണ്ടുവന്ന നിയമം എപ്പിഡെമിക് ഡിസീസസ് ഓർഡിനൻസ് 2020. അടുത്തത്, ഇന്ത്യയിൽ എപ്പിഡെമിക് ആക്ട് പാസ്സായത് 1897-ലാണ്. ഇന്ത്യയിൽ എപ്പിഡെമിക് ആക്ട് പാസ്സായത് 1897. എപ്പിഡെമിക് ഡിസീസസ് അമെൻമെൻറ്റ് ആക്ട് 2020 നിലവിൽ വന്നത് 2020 ഏപ്രിൽ 22-നാണ്. എപ്പിഡെമിക് ഡിസീസ് അമെൻമെൻറ്റ് ആക്ട് 2020 നിലവിൽ വന്നത് 2020 ഏപ്രിൽ 22-നാണ്. അടുത്തത്, 2021 നവംബറിൽ ദക്ഷിണാഫ്രിക്കയിൽ കണ്ടെത്തിയ കോവിഡിൻ്റെ പുതിയ വകഭേദമാണ് ഒമിക്രോൺ. B11529 ആണ്. 2021 നവംബറിൽ ദക്ഷിണാഫ്രിക്കയിൽ കണ്ടെത്തിയ കോവിഡിൻ്റെ പുതിയ വകഭേദം ഒമിക്രോൺ ആണ്. ഒമിക്രോൺ ഇന്ത്യയിൽ ആദ്യമായി സ്ഥിരീകരിച്ചത് കർണാടകയിൽ തന്നെയാണ്. ഒമിക്രോൺ ഇന്ത്യയിൽ ആദ്യമായി സ്ഥിരീകരിച്ചത് കർണാടകയിൽ. അടുത്തത്, 2021 ഡിസംബറിൽ ഒമിക്രോൺ കേരളത്തിൽ ആദ്യമായി സ്ഥിരീകരിച്ചത് എറണാകുളം ജില്ലയിലാണ്. 2021 ഡിസംബറിൽ ഒമിക്രോൺ കേരളത്തിൽ ആദ്യമായി സ്ഥിരീകരിച്ചത് എറണാകുളത്താണ്. അടുത്തത്, US കണ്ടെത്തിയ ഒമിക്രോണിൻ്റെ വകഭേദമാണ് ഒമിക്രോൺ BA.2. US കണ്ടെത്തിയ ഒമിക്രോണിൻ്റെ വകഭേദം ഒമിക്രോൺ BA.2 ആണ്. അടുത്തത്, ഒമിക്രോൺ വകഭേദത്തേക്കാൾ 10% വ്യാപനശേഷിയുള്ള വകഭേദമാണ് ബ്രിട്ടനിൽ കണ്ടെത്തിയത് XCE. ഒമിക്രോൺ വകഭേദത്തേക്കാൾ 10% വ്യാപനശേഷിയുള്ള വകഭേദം ബ്രിട്ടനിൽ കണ്ടെത്തിയതാണ് XCE. അടുത്തത്, 2021 മെയ്യിൽ കോവിഡ് രോഗികളിൽ കണ്ടെത്തിയ ഫംഗസ് രോഗബാധയാണ് ബ്ലാക്ക് ഫംഗസ് അല്ലെങ്കിൽ മ്യൂക്കോമൈക്കോസിസ്. 2021 മെയ്യിൽ കോവിഡ് രോഗികളിൽ കണ്ടെത്തിയ ഫംഗസ് രോഗബാധയാണ് ബ്ലാക്ക് ഫംഗസ്. അടുത്തത്, കൊറോണ വൈറസ് മൂലം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മറ്റു രോഗങ്ങളാണ് മെർസും സാർസും. കൊറോണ വൈറസ് മൂലം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മറ്റ് രോഗങ്ങൾ മെർസ്, സാർസ് എന്നിവയാണ്. അടുത്തത്, COVID-19 വാക്സിൻ സ്വീകരിച്ച ആദ്യ ഇന്ത്യക്കാരനാണ് മനീഷ് കുമാർ. COVID-19 വാക്സിൻ സ്വീകരിച്ച ആദ്യ ഇന്ത്യക്കാരൻ മനീഷ് കുമാർ. അടുത്ത പോയിന്റ്, ലോകത്തിൽ ആദ്യമായി COVID-19 വാക്സിൻ വികസിപ്പിച്ച രാജ്യമാണ് റഷ്യ. ലോകത്തിൽ ആദ്യമായി COVID-19 വാക്സിൻ വികസിപ്പിച്ച രാജ്യം റഷ്യയാണ്. അടുത്തത്, കേരളത്തിൽ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് തിരുവനന്തപുരം. തിരുവനന്തപുരത്തെ തോന്നയ്ക്കലിലാണ് കേരളത്തിൽ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത്, 2021 ജനുവരിയിൽ കോവിഡ് പ്രതിരോധത്തിനായി ഇന്ത്യക്ക് വായ്പ അനുവദിച്ച രാജ്യമാണ് ജപ്പാൻ. 2021 ജനുവരിയിൽ കോവിഡ് പ്രതിരോധത്തിനായി ഇന്ത്യക്ക് വായ്പ അനുവദിച്ച രാജ്യമാണ് ജപ്പാൻ. ഇതുവരെയുള്ള ഭാഗങ്ങൾ മനസ്സിലായല്ലോ. ഇനി ഇതിൽ വരുന്ന ഭാഗങ്ങളാണ് ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ, അതുപോലെ തന്നെ സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗങ്ങൾ, മൃഗങ്ങളും ഷഡ്പദങ്ങളെല്ലാം പരത്തുന്ന രോഗങ്ങൾ, അതുപോലെ തന്നെ കോവിഡ് വാക്സിനുകൾ, അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ഇനി വരുന്ന പാർട്ടിൽ നമുക്കത് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ
ആളെന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഇതിൻ്റെ അടുത്ത പാർട്ടുമായി അടുത്ത ക്ലാസ്സിൽ കാണാം.